നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നമ്മൾ എന്ന ചിത്രത്തിലൂടെ പരിമളമായി എത്തി മലയാള സിനിമയിലൂടെയും തെന്നിന്ത്യയുടെയും പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് ഭാവന. 16-ാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഭാവന സിനിമാ ജീവിതത്തിന്റെ 22-ാം വർഷത്തിലേക്ക് കൂടി കടക്കുകയാണ്. നമ്മൾ സിനിമയ്ക്ക് പിന്നാലെ തിളക്കം, ക്രോണിക് ബാച്ചിലർ, CID മൂസ, സ്വപ്നക്കൂട്, ഇവർ എന്നിങ്ങനെ നിരവധി ഹിറ്റ് സിനിമകളിൽ തുടക്കത്തിൽ തന്നെ താരമായി. 2006-ലാണ് ഭാവന ചിത്രം പേസുതടി സിനിമയിലൂടെ തമിഴിലും തുടക്കമിട്ടത്. പിന്നീട് തെലുങ്ക്, കന്നഡ സിനിമകളിലും സൂപ്പർ ഹിറ്റ് താരങ്ങളുടെ നായികയായി ഭാവനയുടെ കരിയർ ഗ്രാഫ് ഉയർന്നു. 2017-ൽ ആദം ജോൺ എന്ന സിനിമയ്ക്ക് ശേഷം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്ന താരം നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് 2023-ൽ മലയാളത്തിലേക്ക് വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്തി. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികറാണ് താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം. ഭാവനയുടെ കരിയറും ജീവിതവും സിനിമാ ലോകത്തെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഭാവന അധികം തുറന്ന് സംസാരിക്കാറില്ല. കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനെയാണ് ഭാവന വിവാഹം ചെയ്തത്. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിട്ടുമുണ്ട്. ഈ പരിചയം പിന്നീട് പ്രണയത്തിലെത്തുകയായിരുന്നു. നവീന്റെ പക്വതയും മാന്യവുമായ പെരുമാറ്റവുമാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നേരത്തെ ഭാവന പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല. അടുത്തിടെ ഒരു ഫോട്ടോ പങ്കുവെച്ചെങ്കിലും ഇത് പഴയ ഫോട്ടോയാണ്. എന്തുകൊണ്ടാണ് ഭാവന ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെക്കാത്തതെന്ന ചോദ്യം ആരാധകർക്കുമുണ്ട്. വിശേഷ ദിവസങ്ങളിലൊന്നും ഭാവന നവീനൊപ്പമുള്ള പുതിയ ഫോട്ടോകൾ പങ്കുവെക്കാറില്ല. ഇപ്പോഴിതാ ഇതിന് പരോക്ഷ മറുപടി നൽകുകയാണ് ഭാവന. ഒരാളുമായി നിങ്ങൾ സ്വകാര്യമായി സന്തോഷത്തിലാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ തെളിയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭാവന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച വാചകം. സോഷ്യൽ മീഡിയയിൽ ഭാവന ഇടയ്ക്ക് സജീവമാകാറുണ്ട്. വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഭാവന സംസാരിച്ചിട്ടുണ്ട്. വിവാഹശേഷവും അഭിനയ രംഗത്ത് തുടർന്നതിനെക്കുറിച്ച് ഭാവന സംസാരിച്ചു. കുറേ കാലം മുമ്പ് നായികനാരമായിട്ട് തുടങ്ങി വെച്ച ഏർപ്പാടാണ് ഇതെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറേ പേർ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. അതൊരു പതിവായി. കല്യാണം കഴിഞ്ഞിട്ട് ആരും വിളിക്കാത്തതാണെന്ന് താൻ കരുതുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കി. ഭർത്താവായി സിനിമാ രംഗത്ത് നിന്നുള്ള ആൾ തന്നെ വേണം എന്നുണ്ടായിരുന്നു. വളരെ പക്വതയുള്ള ആളും കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സാമ്പത്തികമുള്ള ആളെ വേണമെന്നുണ്ടായിരുന്നു. ജീവിച്ചു പോകാനുള്ള കന്നഡ പറയാൻ തനിക്ക് നന്നായി അറിയാം. നവീന്റെ തെലുങ്കിൽ നിന്നാണ്, പക്ഷെ ജനിച്ചതും വളർന്നതും കർണാടകയിൽ. നവീന്റെ അച്ഛൻ്റെ കുടുംബം തമിഴ് സംസാരിക്കുന്നവരാണ്. വീട്ടിലെ ജോലിക്കാർ ഹിന്ദി, ഞാൻ മലയാളിയും. എല്ലാ ഭാഷയും ഉള്ള വീടാണ് തൻ്റേതെന്നും ഭാവന പറഞ്ഞിരുന്നു. ഭാവനയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.